പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയാഘാതം വരാൻ നാം ആരും ആഗ്രഹിക്കുന്നില്ല. നാം ആഗ്രഹിക്കുന്ന ഹൃദയാഘാതം വരാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഹൃദയാഘാതം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പ്രയത്നം അതിനാവശ്യമാണ്. അതിന് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഉദാഹരണമായിട്ട് പുകവലിക്കുന്നവർ പുകവലി നിർത്തണം, അമിത മദ്യപാനമുള്ളവർ അത് നിർത്തണം, നമുക്ക് കൂടുതൽ സ്ട്രെസ് വരരുത്, നമ്മൾ ഹെൽത്തി ഡയറ്റ് കഴിക്കണം, അതുപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യണം, നമുക്ക് കൊളസ്ട്രോളോ പ്രഷറോ അതുപോലെ തന്നെ ഷുഗറോ ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്തണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി നമുക്ക് ചെയ്യുവാൻ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ആഹാര കാര്യത്തിൽ എന്തെല്ലാം നിഷ്ഠകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. ആഹാര കാര്യത്തെപ്പറ്റി ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് നടത്തിയ ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ 4 പ്രധാന പോഷകങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാതത്തെ ഒരു നല്ല പരിധി വരെ പ്രതിരോധിക്കാം എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഭക്ഷണ സാധനങ്ങൾ, ഏതൊക്കെയാണ് ആ പോഷകങ്ങൾ, ആ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതെല്ലാമാണ് നാം കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. വളരെ ലളിതമായ ഒരു ഡയറ്റാണ് കാർഡിയോളജിസ്റ്റുകൾ ഈ ഹൃദയാഘാതം പ്രിവെന്റ് ചെയ്യുവാൻ വേണ്ടി പറയാറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 4 പോഷകങ്ങളാണ്. അതായത് 4 പോഷകങ്ങളുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒന്ന് പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറയും, രണ്ടാമത് നമ്മൾ സോല്യൂബിൾ പ്രോട്ടീൻ, മൂന്നാമതായിട്ട് പ്ലാന്റ് പ്രോട്ടീൻ, നാലാമതായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ നട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പൊ ഇങ്ങനെ ഈ 4 പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു നല്ല പരിധി വരെ നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും, നമുക്ക് ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും, നമുക്ക് നമ്മുടെ രക്തക്കൊഴലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും, ഹൃദയാഘാതത്തെ നമുക്ക് ഒരു പരിധി വരെ പ്രതിരോധിക്കാനും പറ്റും. ഹൃദയാഘാതം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രക്തക്കൊഴലുകളുടെ ആരോഗ്യം ക്ഷയിക്കുന്നു എന്നുള്ളതാണ്. ഈ രക്തക്കൊഴലുകൾ അല്ലെങ്കിൽ ധമനികളുടെ അകത്ത് ഒരു മൃദുലമായ ആവരണമുണ്ട്, അതിനെ എൻഡോത്തീലിയം എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. ഈ എൻഡോത്തീലിയത്തിന് കേടുപാട് വരും, അതായത് അതിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരുമ്പോഴാണ് ഇങ്ങനെ കേടുപാടുകൾ വരുന്നത്. അവിടെയാണ് കൊളസ്ട്രോൾ പോലെയുള്ള ചീത്ത കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി നമുക്ക് ബ്ലോക്ക് അല്ലെ പ്ലാക്ക് ഉണ്ടാകുന്നതും നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതും. അപ്പൊ നമുക്ക് രക്തക്കൊഴലുകളുടെ ആരോഗ്യം സംരക്ഷിക്കണം, രക്തക്കൊഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവരുത്, പിന്നെ നമുക്ക് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകാതെ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലാന്റ് സ്റ്റിറോൾസ് എന്നാണ്. പ്ലാന്റ് സ്റ്റിറോൾസ് അല്ലെ ഫൈറ്റോസ്റ്റിറോൾസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് വലിയ പോഷകങ്ങളൊന്നുമല്ല, സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഉള്ള പോഷകങ്ങളാണ്. കൊളസ്ട്രോളിന് സമാനമായ അല്ലെ കൊളസ്ട്രോൾ പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാസഘടകമാണ് പ്ലാന്റ് സ്റ്റിറോൾ. അത് പലതരത്തിലുള്ളതുണ്ട്, പല കോമ്പൗണ്ടുകളുണ്ട്. ഈ പ്ലാന്റ് സ്റ്റിറോള് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അതായത് പ്ലാന്റ് സ്റ്റിറോൾ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ അത് കുറയാൻ സാധിക്കും. അപ്പോൾ അത് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ആനിമൽസിൽ നിന്നും വരുന്ന കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ രക്തത്തിൽ കലരാതെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നു. അങ്ങനെ നമുക്ക് കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ സാധിക്കുന്നു. LDL കൊളസ്ട്രോളിനായ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. അത് നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അതാണ് പ്ലാന്റ് സ്റ്റിറോൾ. പ്ലാന്റ് സ്റ്റിറോൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് വെജിറ്റബിൾ ഓയിൽസ് ആണ്, അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. ഹോൾ ഗ്രെയിൻസ് വളരെ നല്ലതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാന്റ് സ്റ്റിറോൾസ് അടങ്ങിയിരിക്കുന്നത് വെജിറ്റബിൾ ഓയിൽസിലും അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സിലുമാണ്. വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് റൈസ് ബ്രാൻ ഓയിലുണ്ട്, കോൺ ഓയിലുണ്ട്, ഇങ്ങനെയുള്ള വെജിറ്റബിൾ ഓയിൽസ്. നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള നട്ട്സ് ഉണ്ട്. നമുക്ക് ബദാം പരിപ്പുണ്ട്, വാൾനട്ട് ഉണ്ട്, കാഷ്യൂ നട്ട് ഉണ്ട്, ബ്രസീൽ നട്ട് ഉണ്ട്, പീനട്ട് ഉണ്ട്, ഇങ്ങനെയുള്ള നട്ട്സ്. സീഡ്സ് ആണെങ്കിലും പലതരത്തിലുള്ള സീഡ്സ് ഉണ്ട്, പംകിൻ സീഡ്സ് പോലെയുള്ള പല സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കൂടുതലും പ്ലാന്റ് സ്റ്റിറോൾസ് അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ പോഷക ഘടകം സോല്യൂബിൾ ഫൈബേഴ്സ് ആണ്. സോല്യൂബിൾ ഫൈബേഴ്സ്, അത് നാരുകളെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ നാരുകൾ ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അത് 2 തരത്തിലുള്ള നാരുകളുണ്ട്. അതായത് നമുക്ക് സോല്യൂബിൾ ഫൈബേഴ്സും ഉണ്ട്, ഇൻസോല്യൂബിൾ ഫൈബേഴ്സും ഉണ്ട്. ഈ സോല്യൂബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയുന്ന നാരുകളാണ്. ഈ വെള്ളത്തിൽ അലിയുന്ന നാരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്.
കാരണം അത് കൊളസ്ട്രോളിനെ കുറയ്ക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ സോല്യുബിൾ ഫൈബേഴ്സ് ആണ്. അപ്പോൾ സോല്യുബിൾ ഫൈബേഴ്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രയോജനങ്ങൾ ലഭിക്കും. ഒന്ന്, നമ്മുടെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അത് ഡയബറ്റീസ് ഉള്ളവർക്കും വളരെ പ്രയോജനപ്പെട്ടതാണ്. അപ്പോൾ ഈ സോല്യുബിൾ ഫൈബേഴ്സ് ഉള്ള കൂടുതൽ അടങ്ങിയ ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണ്? ഓട്സിനകത്ത് ധാരാളമായിട്ട് സോല്യുബിൾ ഫൈബേഴ്സ് ഉണ്ട്, ബാർലിക്കകത്തുണ്ട്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നിത്യേനയുള്ള നമ്മുടെ ആഹാര പദാർത്ഥത്തിൽ ഉൾക്കൊള്ളിക്കണം. പലതരത്തിലുള്ള ഫ്രൂട്ട്സിനകത്തുണ്ട്, ഓറഞ്ചിനകത്തുണ്ട്, ആപ്പിളിനകത്തുണ്ട്, പലതരത്തിലുള്ള വെജിറ്റബിൾസിനകത്തുണ്ട്. ഇതിനകത്തെല്ലാം സോല്യുബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സോല്യുബിൾ ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമാണ് ഓട്സ്. പിന്നെ നമുക്ക് അടുത്ത പോഷകങ്ങൾ എന്ന് പറയുന്നത് പ്ലാന്റ് പ്രോട്ടീൻ ആണ്. ആനിമൽ പ്രോട്ടീൻ, അതിനകത്ത് എല്ലാ അമിനോ ആസിഡുകളും ഉണ്ടെങ്കിൽ തന്നെ പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് കാർഡിയോളജിസ്റ്റുകൾ കൂടുതലും അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാന്റ് പ്രോട്ടീൻ ധാരാളമായിട്ടുള്ള ഭക്ഷണ സാധനമാണ് ബീൻസ്, അതുപോലെ തന്നെ സോയാബീൻസ്, അതുപോലെ തന്നെ ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, ഇവയിലെല്ലാം പ്രോട്ടീൻസ് ധാരാളം ഉണ്ട്. നാലാമത്തെ പോഷകം omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത ഈ 4 പോഷകങ്ങളും പ്ലാന്റ് ബേസ്ഡ് ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാർഡിയോളജിസ്റ്റുകൾ പൊതുവേ പറയുന്നത് സസ്യാഹാരമാണ് ഹൃദയ സംരക്ഷണത്തിന് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്, സാധാരണ നമുക്ക് ലഭ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അപ്പോൾ ദിവസവും നമ്മൾ കുറച്ച് നട്ട്സ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10ഓ 15ഓ ബദാം പരിപ്പ് നമുക്ക് ദിവസവും കഴിക്കാം. മറ്റുള്ള നട്ട്സ്, അതായത് ബ്രസീൽ നട്ട് ഉണ്ട്, അതുപോലെ തന്നെ പീനട്സ് ഉണ്ട്, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ സീഡ്സ് പലതരത്തിലുള്ള ഉണ്ട്, ചിയ സീഡ്സ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വിത്തുകളും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്, വെജിറ്റബിൾസ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തവിടോട് കൂടിയ ധാന്യങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വെജിറ്റബിൾ ഓയിൽസ്, നമ്മൾ കുക്കിങ്ങിനൊക്കെ ആണെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ കോൺ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ, ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഹൃദയാഘാതത്തെ ഒരു നല്ല പരിധി വരെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. അപ്പോൾ വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.